നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. പേവിഷബാധയ്ക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന സന്ദേശവുമായി സ്കൂളുകളിൽ പ്രത്യേക അസംബ്ലിയും പ്രതിജ്ഞ ചൊല്ലൽ ചടങ്ങും സംഘടിപ്പിച്ചു. സംസ്ഥാന സർക്കാർ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പേവിഷബാധയ്ക്കെതിരെ പ്രത്യേക ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. ചെങ്ങന്നൂർ സെന്റ് തോമസ് എഞ്ചിനീയറിംഗ് കോളേജ് അർഹരായ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നു. സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് എന്നീ വിഭാഗങ്ങളിൽ 2024 അഡ്മിഷനിലേക്കാണ് സ്കോളർഷിപ്പുകൾ നൽകുന്നത്. ഓണാട്ടുകരയിൽ വെച്ച് നടന്ന ആലപ്പുഴ ജൂനിയർ ആൻഡ് സബ് ജൂനിയർ അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പിൽ 5 സ്വർണ്ണ മെഡലോടെ സബ് ജൂനിയർ വിഭാഗത്തിൽ വ്യക്തിഗത ചാമ്പ്യനായി എസ് അളകനന്ദ. പാതിരാപ്പള്ളി രണ്ടോട്ടത്തിൽ സുബീഷിന്റെയും രേഷ്മയുടെയും മകളാണ് അളകനന്ദ. ജൂൺ 12 അന്താരാഷ്ട്ര ബാലവേല വിരുദ്ധ ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. തൊഴിൽ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പ്, ചൈൽഡ് ലൈൻ എന്നീ വകുപ്പുകളുടെ സഹകരണത്തോടെ ആലപ്പുഴ SDV സ്കൂളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ദിനാചരണ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാതല വായന പക്ഷാചരണത്തിന്റെ ഭാഗമായി അവലോകന യോഗം സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന്റെ അധ്യക്ഷതയിൽ കളക്ടറുടെ ചേംബറിലായിരുന്നു യോഗം കൂടിയത്. വാർത്തകൾ വിശദമായി. പേവിഷബാധയ്ക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന സന്ദേശവുമായി സ്കൂളുകളിൽ പ്രത്യേക അസംബ്ലിയും പ്രതിജ്ഞ ചൊല്ലൽ ചടങ്ങും സംഘടിപ്പിച്ചു. സംസ്ഥാന സർക്കാർ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പേവിഷബാധയ്ക്കെതിരെ പ്രത്യേക ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. പേവിഷബാധയ്ക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന സന്ദേശമുയർത്തി സ്കൂളുകളിൽ പ്രത്യേക അസംബ്ലിയും പ്രതിജ്ഞ ചൊല്ലൽ ചടങ്ങും സംഘടിപ്പിച്ചു. സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെയും ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെയും ജില്ലാ മാസ് മീഡിയ വിങ്ങിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് വിദ്യാർത്ഥികൾക്കായി പ്രത്യേക പേവിഷ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. ആലപ്പുഴ ഗവൺമെന്റ് മുഹമ്മദൻസ് ഗേൾസ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ അസംബ്ലിയിൽ കമ്മ്യൂണിറ്റി വിഭാഗം മെഡിക്കൽ വിദ്യാർത്ഥി കൂടിയായ ഡോക്ടർ ബിനോ പേവിഷബാധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. പ്രിവെൻഷൻ മാത്രമേ ഉള്ളൂ ഏക വഴിയായിട്ട്. രോഗം വന്നു കഴിഞ്ഞാൽ മരണം ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിക്കേണ്ടത് വളരെ പ്രത്യേക ആവശ്യമുള്ള കാര്യമാണ്. നമുക്കറിയാം ഇത് എങ്ങനെ ഉണ്ടാവുന്നത് അറിയാം. അപ്പോൾ നമുക്ക് എടുക്കേണ്ട പ്രതിരോധം നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഈ മൃഗങ്ങളല്ലേ ഇത് പരത്തുന്നത്. അപ്പോൾ നമ്മൾ അവയുടെ ആ ഒരു തെരുവ് നായ്ക്കൾ അങ്ങനെയുള്ള ആൾക്കാരുടെ ആ ഒരു അവരെ നമ്മൾ കൺട്രോൾ ചെയ്യണം. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഈ മാലിന്യങ്ങളും ആഹാര സാധനങ്ങളും ഒക്കെ വലിച്ചുവാരി നമ്മൾ ഇടാതെ, അപ്പോൾ അവിടേക്കല്ലേ ഈ പട്ടികൾക്ക് വന്ന് കുന്നുകൂടുന്നത്, അവർ പെറ്റി പെരുകുന്നതൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ സമൂഹത്തിൽ നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. അത് മാത്രമല്ല, ഈ തെരുവ് നായ്ക്കൾ മാത്രമല്ല, നമ്മുടെ വീട്ടിലെ നായ്ക്കളുണ്ടല്ലോ, വീട്ടിലെ പൂച്ച, വളർത്തു മൃഗങ്ങളുണ്ടല്ലോ, അവരും ഈ രോഗം ഉണ്ടാക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അവരെ കൃത്യമായിട്ട് നമ്മൾ മൃഗാശുപത്രിയിൽ കൊണ്ടുപോയിട്ട് അവർക്കായിട്ടുള്ള പ്രതിരോധ മരുന്നുകളുണ്ട്, കുത്തിവയ്പ്പുകളുണ്ട്. അപ്പോൾ അത് ശരിക്കും 90 ദിവസം മുതൽ എടുക്കാന്നുള്ളതാണ്. ഓരോ വർഷവും അതിന്റെ ഡോസ് നമ്മൾ എടുക്കേണ്ടതുണ്ട്. കമ്മ്യൂണിറ്റി വിഭാഗം മെഡിക്കൽ വിദ്യാർത്ഥിയായ ഡോക്ടർ ദേവിക വിദ്യാർത്ഥികൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് D ആനിയമ്മ, ആലപ്പുഴ വനിതാ ശിശു ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ S ജയകൃഷ്ണൻ, JPHN KM ലത, ആശാ വർക്കർമാരായ A രമ, റസീന മാഹിൻ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ചെങ്ങന്നൂർ സെന്റ് തോമസ് എഞ്ചിനീയറിംഗ് കോളേജ് അർഹരായ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നു. സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് എന്നീ വിഭാഗങ്ങളിൽ 2024 അഡ്മിഷനിലേക്കാണ് സ്കോളർഷിപ്പുകൾ നൽകുന്നത്. ചെങ്ങന്നൂർ സെന്റ് തോമസ് എഞ്ചിനീയറിംഗ് കോളേജ് അർഹരായ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നു. സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് എന്നീ വിഭാഗങ്ങളിൽ 2024 അഡ്മിഷനിലേക്കാണ് സ്കോളർഷിപ്പുകൾ നൽകുന്നത്. കേരള, CBSE, ICSE വിഭാഗങ്ങളിൽ +2 പാസ്സായ കുട്ടികൾക്ക് അവരുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ കോളേജ് ഫീസിന്റെ 50%, 25%, 15% എന്നിങ്ങനെയാണ് സ്കോളർഷിപ്പുകൾ നൽകുന്നതെന്നും കോളേജ് അധികൃതർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി 9188352771 നമ്പറിലോ 9188352772 എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണെന്നും കോളേജ് അധികൃതർ കൂട്ടിച്ചേർത്തു. ഓണാട്ടുകരയിൽ വെച്ച് നടന്ന ആലപ്പുഴ ജൂനിയർ ആൻഡ് സബ് ജൂനിയർ അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പിൽ 5 സ്വർണ്ണ മെഡലോടെ സബ് ജൂനിയർ വിഭാഗത്തിൽ വ്യക്തിഗത ചാമ്പ്യനായി എസ് അളകനന്ദ. പാതിരാപ്പള്ളി രണ്ടോട്ടത്തിൽ സുബീഷിന്റെയും രേഷ്മയുടെയും മകളാണ് അളകനന്ദ. ഓണാട്ടുകരയിൽ വെച്ച് നടന്ന ആലപ്പുഴ ജൂനിയർ ആൻഡ് സബ് ജൂനിയർ അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പിൽ 5 സ്വർണ്ണ മെഡലോടെ സബ് ജൂനിയർ വിഭാഗത്തിൽ വ്യക്തിഗത ചാമ്പ്യനായി എസ് അളകനന്ദ. പാതിരാപ്പള്ളി രണ്ടോട്ടത്തിൽ സുബീഷിന്റെയും രേഷ്മയുടെയും മകളാണ് അളകനന്ദ. ഹോളി ഏഞ്ചൽ കോൺവെന്റ് സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥി കൂടിയായ അളകനന്ദ ആലപ്പുഴ ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ നിയന്ത്രണത്തിലുള്ള
രാജാ കേശവദാസ് നീന്തൽക്കുളത്തിലെ പരിശീലകനായ രാഹുൽ ചന്ദ്രന്റെ ശിക്ഷണത്തിലാണ് നീന്തൽ പരിശീലനം നേടിയത്. അന്താരാഷ്ട്ര ബാലവേല വിരുദ്ധ ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. തൊഴിൽ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പ്, ചൈൽഡ് ലൈൻ എന്നീ വകുപ്പുകളുടെ സഹകരണത്തോടെ ആലപ്പുഴ SDV ബോയ്സ് ഹൈസ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച ദിനാചരണ പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. ജൂൺ 12 അന്താരാഷ്ട്ര ബാലവേല വിരുദ്ധ ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. തൊഴിൽ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പ്, ചൈൽഡ് ലൈൻ എന്നീ വകുപ്പുകളുടെ സഹകരണത്തോടെ ആലപ്പുഴ SDV ബോയ്സ് സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച ദിനാചരണ പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. ആ ദിനത്തിന്റെ പ്രാധാന്യം സമൂഹത്തിലേക്കും ജനങ്ങളിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ദിനാചരണങ്ങൾ സംഘടിപ്പിക്കുന്നത്. ബാലവേല വിരുദ്ധ ദിനാചരണം സംഘടിപ്പിക്കുമ്പോൾ ആ ദിനത്തിൽ ആ ദിനാചരണത്തിന്റെ ഭാഗമായിട്ട് കുട്ടികളിൽ ബാലവേല ചെയ്യുന്നത് അവസാനിപ്പിച്ചുകൊണ്ട് കുട്ടികൾക്ക് ന്യായമായ അവരുടെ ആവശ്യങ്ങളും സ്വാതന്ത്ര്യവും സംരക്ഷിക്കണം എന്ന അവബോധം ജനങ്ങളിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ലക്ഷ്യമിടുന്നത്. ഇന്ത്യ മഹാരാജ്യത്ത് 1986 ബാലവേല വിരുദ്ധ ആക്ട് പാസാക്കിയത്. എൻഫോഴ്സ്മെന്റ് ജില്ലാ ലേബർ ഓഫീസർ MS വേണുഗോപാൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. SDV ബോയ്സ് ഹെഡ്മിസ്ട്രസ് ബിന്ദു, ഡെപ്യൂട്ടി ലേബർ ഓഫീസർ R ശശി, ചൈൽഡ് ഹെൽപ്പ് ലൈൻ ജില്ലാ കോർഡിനേറ്റർ പ്രൈസ് മോൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ ലേബർ ഓഫീസർ ദീപു ഫിലിപ്പ് സ്വാഗതവും അസിസ്റ്റന്റ് ലേബർ ഓഫീസർ J ജോമോൾ നന്ദിയും പറഞ്ഞു. ഉദ്ഘാടന സമ്മേളനത്തെ തുടർന്ന് റിട്ടയർഡ് ഡെപ്യൂട്ടി ലേബർ ഓഫീസർ G ഷിബു കുട്ടികൾക്കായി ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. നമുക്ക് നമ്മുടെ പ്രതിബദ്ധതകളിൽ പ്രവർത്തിക്കാം, ബാലവേല അവസാനിപ്പിക്കുക എന്നതാണ് 2024 ബാലവേല വിരുദ്ധ ദിനാചരണത്തിന്റെ സന്ദേശം. ജില്ലാതല വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി അവലോകന യോഗം നടത്തി. ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന്റെ അധ്യക്ഷതയിൽ കളക്ടറുടെ ചേംബറിലായിരുന്നു യോഗം കൂടിയത്. ജില്ലാതല വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി അവലോകന യോഗം സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന്റെ അധ്യക്ഷതയിൽ കളക്ടറുടെ ചേംബറിലായിരുന്നു യോഗം കൂടിയത്. കുട്ടികളിലെ അമിതമായുള്ള ലഹരി, മൊബൈൽ ഫോണിന്റെ ദുരുപയോഗം എന്നിവയിൽ നിന്നും വായനയിലേക്ക് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നതിനടക്കമുള്ള വേറിട്ട പരിപാടികൾ സംഘടിപ്പിക്കാൻ യോഗത്തിൽ തീരുമാനമായതായും അധികൃതർ അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പേവിഷബാധയ്ക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന സന്ദേശവുമായി സ്കൂളുകളിൽ പ്രത്യേക അസംബ്ലിയും പ്രതിജ്ഞ ചൊല്ലൽ ചടങ്ങും സംഘടിപ്പിച്ചു. സംസ്ഥാന സർക്കാർ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പേവിഷബാധയ്ക്കെതിരെ പ്രത്യേക ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. ചെങ്ങന്നൂർ സെന്റ് തോമസ് എഞ്ചിനീയറിംഗ് കോളേജ് അർഹരായ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നു. സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് എന്നീ വിഭാഗങ്ങളിൽ 2024 അഡ്മിഷനിലേക്കാണ് സ്കോളർഷിപ്പുകൾ നൽകുന്നത്. ഓണാട്ടുകരയിൽ വെച്ച് നടന്ന ആലപ്പുഴ ജൂനിയർ ആൻഡ് സബ് ജൂനിയർ അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പിൽ 5 സ്വർണ്ണ മെഡലോടെ സബ് ജൂനിയർ വിഭാഗത്തിൽ വ്യക്തിഗത ചാമ്പ്യനായി S അളകനന്ദ. പാതിരാപ്പള്ളി 2 ഓട്ടത്തിൽ സുബീഷിന്റെയും രേഷ്മയുടെയും മകളാണ് അളകനന്ദ. ജൂൺ 12 അന്താരാഷ്ട്ര ബാലവേല വിരുദ്ധ ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. തൊഴിൽ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പ്, ചൈൽഡ് ലൈൻ എന്നീ വകുപ്പുകളുടെ സഹകരണത്തോടെ ആലപ്പുഴ SDV സ്കൂളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ദിനാചരണ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാതല വായന പക്ഷാചരണത്തിന്റെ ഭാഗമായി അവലോകന യോഗം സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന്റെ അധ്യക്ഷതയിൽ കളക്ടറുടെ ചേംബറിലായിരുന്നു യോഗം കൂടിയത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.